കഴിഞ്ഞ ദിവസം പുതുപ്പാടിയെ നടുക്കിയ ഒരു അപകടമുണ്ടായി. ചെറിയ കുട്ടിയടക്കം 7 പേർ മരണത്തിനിടയാക്കിയ അപകടം. ആ അപകടം വരുത്തിവെച്ച ബസ്സാണ് ഇതാ എന്റെ അടുത്തുള്ളത്. രാജഹംസം. ബത്തേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയെന്ന രാജഹംസം. നമുക്കിതിന്റെ ടയറുകൾ ഒന്ന് നോക്കാം. ഇതാണ് അതിന്റെ പുറകു വശത്തെ ടയറുകൾ. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ, അതായത് അത്രയും ശോഷിച്ച തേയ്മാനം സംഭവിച്ച ഒരു ടയറാണ് ഇത്. ഇതിന്റെ ഇടതുഭാഗത്തെ ബേക്കിലെ ടയറുകളാണ്. ഇതുപോലെ തന്നെയാണ് വലതുഭാഗത്തെ ടയറും മുമ്പിലെ 2 ടയറുകളും തേഞ്ഞ അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത്. ഈ ബസിന്റെ മുൻഭാഗത്തെ ടയറാണ്. ഇതും തേയ്മാനം സംഭവിച്ച് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. താമരശ്ശേരി ചുരമടക്കം ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് യാത്ര ചെയ്യുന്ന ഈ ബസ് മാത്രമല്ല, ഈ റൂട്ടിലോടുന്ന എല്ലാ ബസ്സുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാത്തിന്റെയും തേയ്മാനം സംഭവിച്ച ടയറുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബത്തേരി മുതൽ കോഴിക്കോട് വരെ 9 പോലീസ് സ്റ്റേഷനുകളും 2 RTO ഓഫീസർമാരുമുണ്ട്. അവരുടെ മുന്നിലൂടെയാണ് കേടുപാടുകൾ പറ്റിയ ബസ്സുകൾ ഓടുന്നത്. ഹെൽമറ്റ് ഇല്ലാത്തതിനെ കൈ കാണിച്ച് പെറ്റിയടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും RTO ഉദ്യോഗസ്ഥരും ഇതൊക്കെ കാണാനിട്ടാണോ അതോ കാണാത്തതുപോലെ നടിക്കുന്നതോ?